മഹാരാഷ്ട്രയിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ശരത് പവാർ. രാഷ്ട്രീയ ജീവിതത്തിന് എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെന്ന ശരത് പവാറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിസന്ധിയിലാകുന്നത് NCP മാത്രമല്ല, കോൺഗ്രസ് കൂടിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തനായ നേതാവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവർ ശരത് പവാർ. പാർട്ടികൾക്കിടയിൽ തർക്കം രൂക്ഷമാകുമ്പോൾ ഒരു മീഡിയേറ്ററുടെ റോൾ കൂടി മനോഹരമായി ശരത് പവാർ കൈകാര്യം ചെയ്തിരുന്നു. ശരത് പവാറിന്റെ ഭാവം മികച്ച ഒരു മധ്യസ്ഥനെ കൂടിയാണ് മുന്നണിക്ക് ഇല്ലാതാകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് തനിക്ക് ആശയവിനിമയം നടത്താൻ ഏറ്റവും അനുയോജ്യനായ ലീഡറായിരുന്നു ശരത് പവാർ എന്ന് പല കുറി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. കാറ്റിനനുസരിച്ച് കപ്പലിന്റെ പായ് നിവർത്താനുള്ള പവാറിന്റെ വിരുദ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായകന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും. 1979 മൊറാർജി ദേശായി മന്ത്രിസഭ നിലംപൊത്തിയപ്പോൾ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ഇന്ദിരാ വിരുദ്ധ ഗ്രൂപ്പ് നേതാവായിരുന്ന യശ്വന്ത്റാവു ചവാനെ ആളെ വിട്ടു വിളിപ്പിച്ചു. പക്ഷെ ചവാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ചരൺ സിംഗിന് കീഴിൽ ഉപപ്രധാനമന്ത്രിയാവാനായിരുന്നു ചവാന്റെ യോഗം. ചവാന് പകരം ശരത് പവാറിനായിരുന്നു ഈ അവസരം കൊടുത്തിരുന്നതെങ്കിൽ അയാൾ ഇതിനകം പ്രധാനമന്ത്രി കസേരയിൽ ഇരുപ്പുറപ്പിച്ചിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് സഞ്ജീവ റെഡ്ഡി അന്ന് പറഞ്ഞത്. അതിനും ഒരു കൊല്ലം മുൻപ് 78-ൽ 38ാമത്തെ വയസ്സിലാണ് പവാർ മഹാരാഷ്ട്രയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയായത്. രാഷ്ട്രീയത്തിൽ വഴികാട്ടിയും ഗുരുവുമായിരുന്ന യശ്വന്ത്റാവു ചവാന്റെ കോൺഗ്രസ് യുവിൽ നിന്ന് മാറി ജനതാ പാർട്ടിക്കൊപ്പം അണിചേർന്നാണ് ഇന്ദിരാഗാന്ധിയെ വരെ അമ്പരപ്പിച്ച ഈ കളി പവാർ എന്ന് കളിച്ചത്. കോൺഗ്രസിനെ പിളർത്തി NCP എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ UPA 10 കൊല്ലത്തോളം കേന്ദ്രം ഭരിച്ചത്. ഈ 2 UPA സർക്കാരിലും പവാറായിരുന്നു കൃഷിമന്ത്രി. പവാറിന് മാത്രം കഴിയുന്ന നിലപാടുകളായിരുന്നു അതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇന്നും ചൂണ്ടിക്കാട്ടുന്നു. ഒരു ദേശീയ പാർട്ടി നേതാവ് എന്ന നിലയിൽ വൻഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രി കസേര പിടിക്കാൻ പവാറിനാവില്ല. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നാണ് പേരെങ്കിലും പവാറിന്റെ പാർട്ടി ഒരു മറാത്ത പാർട്ടിയാണ്. മഹാരാഷ്ട്രയ്ക്കപ്പുറത്ത് ഒരിടത്തും പവാറിന്റെ പാർട്ടി ഒരു നിർണായക ശക്തിയേ അല്ല എന്നതാണ് വാസ്തവം. ഇന്നിപ്പോൾ മഹാരാഷ്ട്ര നിയമസഭയിൽ വെറും 10 സീറ്റിലേക്ക് സ്വന്തം പാർട്ടി ഒതുങ്ങുമ്പോൾ 83ാമത്തെ വയസ്സിൽ മറാത്തയുടെ ഒരു കുലപതിക്ക് ഇനിയൊരു പോരാട്ടത്തിന് കാലവും പ്രായവും അനുകൂലമല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പൊതുയോഗങ്ങളിൽ എന്തെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന കർഷകനെ പവാർ പേരെടുത്ത് വിളിക്കും. വർഷങ്ങൾക്ക് മുൻപ് ആ കർഷകന്റെ വീട്ടിൽ നിന്നും കഴിച്ച ഉച്ചയൂണിന്റെ വിഭവങ്ങൾ ഓർത്തെടുക്കും. അതായിരുന്നു പവാറും അനുയായികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അടിസ്ഥാനവും. 1981-ൽ പവാർ തന്റെ പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റാക്കി മാറ്റി. AK ആന്റണിയും KP ഉണ്ണികൃഷ്ണനും PC ചാക്കോയും അംബിക സോണിയുമൊക്കെ പവാറിനൊപ്പം ഈ കൂടാരത്തിൽ അന്തിയുറങ്ങി. 87-ൽ പവാറിനെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. പവാറിനെ പക്ഷേ ഡൽഹിയിൽ നിർത്താൻ രാജീവിന് താല്പര്യമുണ്ടായിരുന്നില്ല. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിരുന്ന SP ചവാനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് രാജീവ് ആ സ്ഥാനം പവാറിന് നൽകി. രാജീവ് വധം സൃഷ്ടിച്ച സഹതാപ തരംഗത്തിൽ 244 സീറ്റുകളുമായി കോൺഗ്രസ് 91-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലപാടിൽ സോണിയാഗാന്ധി ഉറച്ചു നിന്നതോടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ആരാണ് വരികയെന്ന ആകാംക്ഷയും ഉണ്ടായി. അവസരം കണ്ട് പവാർ കളത്തിലിറങ്ങി. സുരേഷ് കൽമാഡിയും NK സാൽവയും നജ്മ ഹെപ്തുള്ളയുമായിരുന്നു പവാറിനായി കരുക്കൾ നീക്കിയത്. ബംഗാളിൽ നിന്ന് സിദ്ധാർത്ഥ ശങ്കറയും ദക്ഷിണേന്ത്യയിൽ നിന്ന് GK മൂപ്പനാരും K കരുണാകരനും കൂടെ നിൽക്കുമെന്നായിരുന്നു പവാറിന്റെ ധാരണ. എന്നാൽ പ്രതീക്ഷിച്ച പോലെ കരുക്കൾ നീങ്ങിയില്ല. പവാർ വെറും കൈയുമായി മഹാരാഷ്ട്രയിലേക്ക് മടങ്ങി. നരസിംഹറാവു അന്ന് പ്രധാനമന്ത്രിയായി. പ്രതിരോധ മന്ത്രിയായി പവാർ ഒപ്പം തന്നെ ചുമതലയേൽക്കുകയും ചെയ്തു. 91-ൽ പ്രധാനമന്ത്രി സ്ഥാനം കൈവിട്ടുപോയതിന് പിന്നിൽ സോണിയാഗാന്ധിയുടെ അതൃപ്തിയാണെന്ന് പവാറിന് അറിയാമായിരുന്നു. നെഹ്റുവിനും ഇന്ദിരയ്ക്കും മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് പോലെ ബാക്കിയുള്ള ഗാന്ധി കുടുംബങ്ങൾക്ക് മുന്നിൽ നിൽക്കാനാവില്ല എന്ന് അന്ന് തുറന്നു പറഞ്ഞ് പവാർ ആ കോളിളക്കമാണ് പിന്നീട് സൃഷ്ടിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 1980-കൾക്ക് ശേഷം ശരത് പവാറിൻ്റെത് കൂടിയായിരുന്നു. ആ ചരിത്രത്തിന് കൂടിയാണ് ഇപ്പോൾ അവസാനമാകുന്നത്.